അവർക്ക് പറയാനുള്ള പറയട്ടെ. യെസ് യുവർ ഓണർ. മനുഷ്യർ മാത്രമായി ഒരു ജീവിതം തന്നെ ഉണ്ടോ സർ? ബാക്കിയെല്ലാം നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. വെള്ളം മാത്രം പറ്റില്ല. അത് പ്രകൃതിയുടെ സമ്മാനമാണ്. ഭൂമിയിൽ എല്ലാരും വെള്ളത്തിന്റെ അവകാശികളാ. ഈ പറഞ്ഞ കാര്യത്തിന് അഡ്വക്കേറ്റിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നോ യുവർ ഓണർ. ഓക്കെ. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചാണ് തെക്കേ പുളിയന്മല പഞ്ചായത്ത് അന്യായത്തിൽ പറയുന്ന കിണറ്റിലെ ജലഉപയോഗവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ എന്റെ സുഹൃത്ത് പറയുന്ന പോലെ അവിടെ ഒരു നിരോധനമോ വിലക്കോ ഒന്നുമില്ല. ഈ കിണറ്റിലെ വെള്ളം എടുത്തത് കുടിവെള്ളത്തിന്റെ ദുരുപയോഗത്തിനോ ധൂർത്തിനോ ആണ്. നിയമപ്രകാരം അത് ജലത്തിന്റെ മോഷണവും സംസ്ഥാനാനന്തര കടത്തിക്കൊണ്ടു പോകലുമാണ്. രേഖകൾ പ്രകാരം ഈ കിണർ ഇന്ദിരയുടേതല്ല. പക്ഷെ അതിലെ വെള്ളം അത് അവരുടെ സ്വകാര്യ സ്വത്തല്ല. അതിന്മേലുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിലും ആത്യന്തികമായി ഭാരത സർക്കാരിലും നിക്ഷിപ്തമാണ്. പൊതുജന താൽപര്യാർത്ഥം തെക്കേ പുളിയന്മല ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണം അത് വിലക്കല്ല. ഈ നിയന്ത്രണം നിലനിർത്തണമെന്ന് മാത്രമാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, വായു, വെള്ളം, മണ്ണ് ഇതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു തലമുറയുടെയോ സ്വത്തല്ല. ഓരോ തലമുറയും അതത് കാലത്തെ വെള്ളത്തിന്റെയും വായുവിന്റെയും ട്രസ്റ്റികൾ മാത്രമാണ്, ഉടമസ്ഥരല്ല. അത് നമുക്ക് ലഭിച്ചതിനേക്കാൾ നന്നായി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ഓരോ തലമുറയുടെയും ഉത്തരവാദിത്വം. ഇത് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ കാറൽ മാർക്സ് ആണ്. അതുമാണ് യുവർ ഓണർ. യുവർ ഓണർ, ഈ ഭൂമിയിൽ ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും ഓരോ മനുഷ്യന്റെയും ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷെ ഒരാളുടെ പോലും അനാവശ്യത്തിനുള്ളതില്ല. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധി. So you are not a Marxist. I am a Gandhian Marxist and a disciplined anarchist, Your Honor. Okay. Your Honor, എന്റെ സുഹൃത്ത് പറഞ്ഞത് വായുവും വെള്ളവുമെല്ലാം പഞ്ചായത്തിന്റെയും ആത്യന്തികമായി ഭാരത സർക്കാരിന്റെയും അധികാരത്തിൽ നിക്ഷിപ്തമാണ് എന്നാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ അധികാരത്തിലാണെന്ന് അദ്ദേഹം പറയാതിരുന്നത് എന്ത് എന്ന് ഞാൻ ആശ്ചര്യപ്പെടും. യുവർ ഓണർ, നിയമങ്ങൾ അത് എഴുതിയ പുസ്തകങ്ങളിലെ വാക്കുകൾ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതികളും നിയമവ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല. നിയമവ്യവസ്ഥകൾ മനുഷ്യജീവിതം സാധ്യമാകുന്ന തരത്തിൽ പ്രയോഗിക്കപ്പെടുമ്പോഴാണ് അത് സമൂഹത്തിന് അനുസരിക്കാൻ ബാധ്യതയുള്ള ചട്ടങ്ങളായി മാറുന്നത്. യുവർ ഓണർ, ഉമദ്റാം ഷെറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് എന്ന കേസിൽ കോടതി പരിഗണിച്ചത് വെള്ളത്തിന്റെ പൊതുവും സ്വകാര്യവുമായ ഉപയോഗം സംബന്ധിച്ച തർക്ക വിഷയങ്ങളാണ്. ആൻഡ് യുവർ ഓണർ, വെള്ളം വിലക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17(1)(a) ആൻഡ് ആർട്ടിക്കിൾ 21 ഇവയുടെ ലംഘനമാണെന്ന് ഹൈക്കോടതി തുടരപ്പീലിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചു. യുവർ ഓണർ, documents for your kind perusal. Any objection or clarification from your side? No, Your Honor.
കുറച്ചം വെള്ളം താമ. കൊണ്ടോ കൊണ്ടോ. എന്നാ വരട്ടെ. ശരി എന്നാ. സന്തോഷം സന്തോഷം. Good. ഇന്ദ്രയുടെ ഈ സ്പിരിറ്റ് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. റീസർവേ പേപ്പേഴ്സ് എല്ലാം ഫേവറബിൾ ആണ്. കൺഗ്രാറ്റ്സ്. ഒരു വീട് ഭരിക്കാൻ സ്ത്രീ വേണം. കുടുംബം നാനാവിധമാവാതിരിക്കാൻ സ്ത്രീയുടെ കരുതൽ വേണം. പ്രശ്നങ്ങൾ അതിജീവിക്കാൻ പെണ്ണിനുള്ള കഴിവ് മറ്റാർക്കുമില്ല. സോ ഇന്ദ്ര, ഗോ ഹെഡ്. ഉള്ളിൽ വലിയ ശക്തിയുണ്ട് നിങ്ങൾക്ക്. മാം, ഈ വാക്കുകൾ ഇത് മതി എനിക്ക് അവസാനം വരെ പോരാടാൻ. ജയിക്കാനല്ല, തോൽക്കാതിരിക്കാൻ. ഇതെന്റെ മനസ്സാണ്. ഇത് ഒരു കിണറ്റിലെ വെള്ളം മാത്രമല്ല, ജീവജലം കൂടിയാണ്. എന്റെ സ്നേഹമാണ്. ഇതെല്ലാവർക്കും നൽകണം, എല്ലാവർക്കും. കിണറെ അവർക്ക് മൂടാൻ പറ്റും. അതിന്റെ അടിയിൽ ഉറവ ആർക്കും മൂടാൻ പറ്റില്ല.
കിണറുകുഴിക്കൽ കൊണ്ട് തീർന്നില്ല ഇന്ദിരയുടെ പോരാട്ടങ്ങൾ. അതൊരു നിമിത്തമായി എന്ന് മാത്രം. ഉറവ പറ്റാത്ത ആ കിണറിന് ഉദകക്രിയ ചെയ്ത സാമൂഹ്യദ്രോഹികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഇന്ദിരയ്ക്കായി. പഞ്ചായത്ത് പ്രസിഡന്റ് ലാസർ മുതൽ തമിഴ്നാട് മന്ത്രിമാർ വരെ ആദ്യം നിയമത്തിന്റെയും പിന്നെ യഥാർത്ഥ ജനാധിപത്യത്തിന്റെയും രുചി അറിഞ്ഞു. പുളിയൻമല എന്ന സ്വർഗത്തിലെ കാറ്റും തുറസ്സും മോഹിച്ചു വന്ന മൾട്ടിനാഷണൽ കമ്പനിയെ ജനങ്ങളെ അണിനിരത്തിയ സമരത്തിലൂടെ കെട്ടുകെട്ടിച്ചു. പിന്നെ മഴക്കുഴികളും നെയ്ത്തുവലകളും കയറുവലകളും ഉണ്ടാക്കി മലഞ്ചെരുവുകളിൽ ചാലുകീറി. അങ്ങനെ പലതുള്ളി പെരുവെള്ളത്തെ ഗ്രാമത്തിലേക്ക് ഒഴുക്കി. പുളിയൻമലയെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമമാക്കി. ജൈവ കൃഷി മാത്രമേ ചെയ്യൂ എന്ന് ഗ്രാമീണരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. പുളിയൻമല ഇന്നൊരു സമ്പൂർണ്ണ ഈറൻ ഗ്രാമമാണ്. വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തു. ഇന്ദിരയുടെ നേതൃത്വത്തിൽ പുളിയൻമല ഇന്നൊരു സമ്പൂർണ്ണ ഈറൻ ഗ്രാമമാണ്. നമ്മുടെയൊക്കെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ ഏതാനും ചുവടുകൾ വെച്ചാൽ എത്താൻ പാകത്തിൽ അത്ര അടുത്ത് പുളിയൻമല, ഇന്ദിരയുടെ ഗ്രാമം, ഇന്ദിര ഉണ്ടാക്കിയെടുത്ത ആദർശ ഗ്രാമം. ദാ സാമൂഹ്യ ചലനത്തിൽ തരംഗം സൃഷ്ടിച്ച ഒരാൾ. ആ അന്വേഷണ യാത്രയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് ഞാൻ. പ്രേക്ഷകരും വിദഗ്ധരും കണ്ടെത്തിയ എല്ലാവരെയും പിന്തള്ളിയ ഒരു അജ്ഞാത വ്യക്തിയെ തേടിയുള്ള യാത്ര. അത് അവസാനിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, അതൊരാളല്ല, ഒരു തരംഗമല്ല, ഒരു കഥയോ ഒരു വാർത്തയോ അല്ല, ഒരുപാട് തരംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സോഷ്യൽ സുനാമി. ഇന്ദിര എന്നൊരു വ്യക്തിയോടൊപ്പമുള്ള ഒരുപാട് വ്യക്തികൾ, ഒരു നാട് മുഴുവനും, ഒരു ജനത ഒന്നടങ്കം. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഇവർ വാർത്തകൾ സൃഷ്ടിക്കുകയായിരുന്നു, ജീവിതം സൃഷ്ടിക്കുകയായിരുന്നു, ഒരു വീക്ഷണം സൃഷ്ടിക്കുകയായിരുന്നു. ന്യൂസ് മേക്കർ 2016 അന്വേഷണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കും. അർത്ഥമില്ലാത്ത അത്തരം അന്വേഷണങ്ങളിൽ നിന്ന്, അവയുടെ ആഘോഷങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുകയാണ്. പകരം പുതിയൊരു യാത്ര തുടങ്ങും, പുതിയ ഇന്ദിരമാരെ.